ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വത്തിക്കാനിലെ സെൻറ്റ് പിയട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റോമിലെ പ്രധാന സ്റ്റേഷനായ റോം ടെർമിനസ് വഴി നമ്മൾ പാദുവയിലേക്ക് പോകുമ്പം ഉള്ള കാഴ്ചകളാണ്. ഇതാണ് റോമ സാൻ പിയട്രോ എന്നുള്ള നമ്മുടെ ഈ വത്തിക്കാന് തൊട്ടടുത്തുള്ള സ്റ്റേഷൻ. വത്തിക്കാൻ്റെ ആ ഒരു സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മകുടമാണ് കാണുന്നത്. തൊട്ടടുത്താണ്. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഇതിവിടെ ബസ് ഇവിടെ വരും. ബസ് ഇതിൻ്റെ ഫ്രണ്ടാണ്, റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ അവിടെ നിന്ന് രണ്ട് ലേഡീസ് കയറി പോകുന്നത്. നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ഇവിടെ നേരെ കയറാം. നേരെ നട കയറി മുകളിലോട്ട് പോയാൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്കും ബാക്കി പ്ലാറ്റ്ഫോമിലേക്ക് താഴത്തെ അണ്ടർഗ്രൗണ്ട് പാസേജ് വഴി പോയി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാനുള്ള ഓപ്പണിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾ ഇതിന് തൊട്ടടുത്തായിരുന്നു ഹോട്ടലിൽ താമസിച്ചിരുന്നത്. അവിടുന്ന് ലഗേജ് എടുത്ത് നേരെ ഇങ്ങോട്ട് വന്നു. ഇത് നമ്മൾ പിന്നെ ഇപ്പോൾ അങ്ങോട്ട് പോകണം. റോമ ടെർമിനിയിൽ നിന്ന് പതുവിലേക്കുള്ള ട്രെയിനിൻ്റെ ടൈമിങ്സ് ആണ് അത് കാണിച്ച്. ഇത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന അറൈവൽ ടൈമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഓപ്പോസിറ്റ് നേരെ ഡിപ്പാർച്ചറിൻ്റെ ടൈമിംഗ് ഉണ്ട്. അടുത്ത പിന്നെ തൂണിൻ്റെ മുകളിലാണ് ഡിപ്പാർച്ചറിൻ്റെ ടൈമിംഗ് ഉള്ളത്. ഇത് നമ്മൾ അകത്തേക്ക് കയറി നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നിടത്താണ് നിൽക്കുന്നത്. ഇതിന് വെളിയിലാണ് കടകൾ മുഴുവൻ, നിരന്ന് കടകൾ. ഇതാണ് പ്ലാറ്റ്ഫോം. അങ്ങേയറ്റത്ത് നിന്ന് 1 to ഇങ്ങോട്ട് 29 വരെ പ്ലാറ്റ്ഫോംസാണ് കിടക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സാബുവിനൊരു ഫ്രണ്ട് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അന്നേരപ്പോഴത്തേന് അതിന് വേണ്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മളിവിടെ ആകുമ്പോൾ തിരക്ക് കുറവുണ്ട്, അതുകൊണ്ട് അകത്തേക്ക് കയറി നിൽക്കുന്നു. എല്ലാ പ്ലാറ്റ്ഫോമിലും ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകളും എല്ലാം ഉണ്ട്. നല്ല തിരക്കുള്ളൊരു സ്റ്റേഷനാണ് റോം ടെർമിനൽ. ഇവിടുത്തെ റോമിലെ ഏറ്റവും വലിയ സ്റ്റേഷനാണ് റോം ടെർമിനി, റോം ടിബർട്ടാന, അങ്ങനെ 2 സ്റ്റേഷനാണ് ഉള്ളത്. ഇതാണ് ഏറ്റവും വലിയ സ്റ്റേഷൻ. നമ്മൾ അവിടുന്ന് ട്രെയിനിൽ പോവുകയാണ്, നേരെ പതുവയിലേക്ക് പോവുകയാണ്. കുറച്ച് ഇത് വളരെ ലെങ്ത് കുറഞ്ഞൊരു വീഡിയോ ആണ്. നമുക്ക് ഏതാണ്ട് 7 മിനിറ്റോ അത്ര ഏതാണ്ട് നമുക്ക് ഈ വീഡിയോ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഭയങ്കര സ്പീഡുള്ള ട്രെയിനാണ്. നമുക്ക് 250 ഒക്കെ ആയിരുന്ന ആവറേജ് ആ ഒരു സ്പീഡിലേക്കാണ് ഇത് പോകുന്നത്. സ്പീഡ് ഭയങ്കരമായിട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് എടുത്താലൊന്നും കിട്ടത്തില്ല. ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന മാത്രമേ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെയും നമ്മൾ നമ്മുടെ കേരളത്തിലെ എന്ന പോലെ നമ്മൾ ടൗണിനകത്തൂടെ അല്ല പോകുന്നത്. നമ്മൾ ഈ പാടശേഖരങ്ങൾക്കൊക്കെ നമ്മളെ കൃഷി സ്ഥലങ്ങൾക്ക് നടുവിലാണ് നമ്മൾ പോകുന്നത്. അപ്പുറത്തെ സൈഡിലെല്ലാം ഒത്തിരി വീടുകളും എല്ലാം കാണാം. എന്നാൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ട്രാക്കിനോട് ചേർന്ന് പാരലലായിട്ടാണ് മിക്കവാറും റോഡും കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ 2 സൈഡിലും നിറയെ വീടുകളുമായിരിക്കും. ഇവിടെ ഇങ്ങനെ ഈ കൃഷി സ്ഥലങ്ങളും ഒരു ഈ കടുകുപാടങ്ങളാണ് ഈ മഞ്ഞ കളറിൽ കാണുന്നത്. നമ്മൾ ദൂരെ നോക്കിയാൽ കടുക് പൂത്ത് നിൽക്കുവാണെങ്കിൽ മുഴുവൻ ഇങ്ങനെ മഞ്ഞ കളറായിരിക്കും, മഞ്ഞക്കടൽ പോലെ തോന്നും. ഇതാണ് നമ്മൾ ഈ കടുക് അതിനകത്തേക്ക് അടുത്ത് ചെന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുത്താലുള്ള കാഴ്ച ഇതാണ്. ഇതുപോലെ ഓരോ തണ്ടയിലും നിറയെ മുട്ടുകളുമായിട്ട് ആ മുട്ടുകൾ മുഴുവൻ ഇങ്ങനെ വിടർന്ന് മഞ്ഞച്ച് നിൽക്കുമ്പോഴത്തേനും നമുക്ക് വേറൊരു കളറും കാണാൻ പറ്റത്തില്ല. ഇതിപ്പം മുട്ട് വിടരാൻ തുടങ്ങിയെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ആ ഭാഗത്തുള്ള പച്ചപ്പാണ്. ഇതുപോലെ ഇങ്ങനെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നിറയും വിടർന്ന് കഴിയുമ്പോഴത്തേനും, ആ മുട്ടെല്ലാം വിടർന്ന് കഴിയുമ്പോഴത്തേനും മഞ്ഞ് മാത്രമേ കാണുള്ളൂ. ഇത് നോക്കിയാൽ അറിയാം, ഒരു സ്ഥലത്ത് തന്നെ നിറയെ മുട്ടുകളാണ്, നിറയെ പൂക്കളാണ്. അപ്പോൾ അതുപോലെ ഓരോ ചെറിയ കമ്പിലും നിറയെ അടുങ്ങി ഇങ്ങനെ മുട്ടുകളും പൂക്കളുമാണ്. അതാണ് ഈ നമ്മൾ കടുക് ഇത് നിൽക്കുന്നിടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിറയെ ഇങ്ങനെ മഞ്ഞ കടൽ പോലെ നമുക്ക് തോന്നുന്നത്. പിന്നെ അവിടെ നിന്ന് ട്രെയിൻ പോവുകയാണ്. സ്പീഡ് കൂടി, നല്ല സ്പീഡാണ്. അതിനകത്തെല്ലാം ഇവിടെ എല്ലാം ഇടയ്ക്ക് ചെറിയ മുട്ടക്കുന്നുകളും അതിനിടെ വീടുകളും ഒക്കെ ഉണ്ട്. ഇവിടെയും അതുപോലെ തന്നെ അങ്ങനെയാണ്. നമ്മുടെ ഈ ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇവിടെ എല്ലാം വീടുകളുണ്ട്. അതുപോലെ തന്നെ റോഡുകളും പാരലലായിട്ട് പലതുണ്ട്. നിറയെ വീടുകളാണ് ആ ഭാഗത്തുള്ള ഒരു ചെറിയ സിറ്റിയാണ്. അവിടെ നിന്ന് വിട്ടിട്ട് നിറയെ കൃഷി സ്ഥലങ്ങളുണ്ട്. കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കൃഷി ഇറക്കാൻ പോകുന്നേ ഉള്ളൂ. ചിലയിടത്തെല്ലാം കൃഷി ഇറക്കി നന്നായിട്ട് പച്ചപ്പായിട്ട് നല്ലതായിട്ട് വലുതായിട്ട് നിൽക്കുന്നു. എല്ലാവരുടെയും ഇടകലർന്നാണ്. പല സ്ഥലങ്ങളിലും കൃഷി ഇറക്കാനുണ്ട്, എന്നാൽ ചില സ്ഥലത്ത് ഇറക്കിയിട്ടുണ്ട്.
ഗോതമ്പ് കൃഷിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നല്ല പച്ചപ്പാണ്. ഇവിടെയൊക്കെ കൃഷി ഇറക്കിയിട്ട് അത് നന്നായിട്ട് വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എല്ലാം നല്ല പച്ച മെത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നു. സ്വിറ്റ്സർലൻഡിൻ്റെയും ഇറ്റലിയുടെയും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടത്, അവിടുത്തെ ആ ഒരു സ്വിറ്റ്സർലൻഡിലെ ആ ഒരു ചെറിയ കുന്നുകളും അതിൻ്റെ താഴ്വാരകളും എല്ലാം നല്ല ഇതിനെ കഴിഞ്ഞും ഇവിടെ നല്ല കൃഷിസ്ഥലങ്ങളുണ്ട്. പരന്നു കിടക്കുന്ന കൃഷിസ്ഥലങ്ങളാണ് നിറയും. പക്ഷെ മറ്റിടത്ത് കൃഷിയുണ്ട്. അതിനിടയിലെ ആ വീടുകളും അതിൻ്റെ ആ ഒരു ഭംഗി ഒരു പ്രത്യേകത തന്നെയാണ് അവിടുത്തെ. ഇവിടെയും ചെറിയ ചെറിയ കുന്നുകളുണ്ട്, അതുപോലെ തന്നെ വീടുകളും ഓഫീസുകളും ഒക്കെ ഉണ്ട്. അവിടെ എന്തോ വലിയ കെട്ടിടങ്ങളൊക്കെയാണ്. ഇവിടെ കെട്ടിടങ്ങളുണ്ട്. ചെറിയൊരു ടൗൺഷിപ്പാണെന്ന് തോന്നുന്നു. അതെ, ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ടൗൺ വഴിയാണ് പോകുന്നത്. നമുക്ക് സ്റ്റോപ്പില്ല, പോവുകയാണ്. വണ്ടിയുടെ സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പിന്നെ ഇതിനകത്ത് കിട്ടത്തില്ല. നല്ല സ്പീഡിലാണ്. 250 റേഞ്ചൊക്കെ ആയിരുന്നു ആവറേജ് സ്പീഡ്. ഹൈ സ്പീഡ് ട്രെയിനാണ് ഇറ്റലിയിലെ. നമുക്കേതാണ്ട് റോമിൽ നിന്നൊരു 3 മണിക്കൂറത്തോളം യാത്രയാണ് പതുവയിലേക്കുള്ള. 9 മണി കഴിയും ചെല്ലുമ്പോഴത്തേനും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.